കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 13 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ പരിഗണിച്ച 66 പരാതികളിൽ 13 തീർപ്പാക്കി. 5 പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിംഗിനായി അയച്ചു. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിംഗിനായും മറ്റ് 2 ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനായും അയച്ചു. 44 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. സ്വത്ത് തർക്കം, വഴിതർക്കം, സാമ്പത്തിക തർക്കം പോലുള്ള കേസുകളാണ് കൂടുതലും അദാലത്തിൽ വരുന്നത്. ഇവ പരിഹരിക്കുവാൻ ജാഗ്രതാ സമിതികളെ പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കമ്മീഷൻ തുടരും. കൗൺസിലിംഗിൽ പങ്കെടുത്താൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനാകൂവെന്ന് നിർബന്ധമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്നത്തെ കണ്ണൂർ സിറ്റിങ്ങിൽ ടോട്ടൽ കേസ് 66, അതിൽ 13 ക്ലോസ് ചെയ്തിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് 5 ചോദിച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതിക്ക് 2 കേസ്, DLCയിലേക്ക് 2 കേസ് വിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് സിറ്റിങ്ങിലേക്ക് 44 കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. കമ്മീഷനിലേക്ക് വന്ന കേസുകളിൽ കൂടുതലും കുടുംബ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട്, സ്വത്ത് തർക്കം, ഇത്തരം പരാതികളാണ്. വഴിത്തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, അതിർത്തി തർക്കം, ഇത്തരം പരാതികൾ ആണ് കമ്മീഷനിൽ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതലായിട്ടും. അപ്പം ഇത്തരം പരാതികളിൽ ഇന്ന് കൂടുതൽ വന്ന പരാതികൾ അത്രയാണ്. പക്ഷേ പല പരാതികളിലും വളരെ സങ്കീർണമായിട്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുന്നാകെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് മക്കൾ തമ്മിൽ. അവരുടെ സ്വത്ത് ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തികം ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മക്കും അവർക്കുള്ള ഒരു എന്താ പറയുക, അവർ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ ഇവർക്കുള്ള സംരക്ഷണം കിട്ടുന്നില്ല. അപ്പം അത്തരത്തിലുള്ള പരാതികളും കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. അപ്പം സംരക്ഷിക്കുന്നവരെ തന്നെ ഒരു സമ്മർദ്ദത്തിലാക്കിയാണ്. ഇപ്പോൾ ഒരു മകനോ മകളോ ആണ് ഈ പ്രായമായവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള മക്കൾ അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സംരക്ഷിക്കുന്നവരും കൂടി മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര തന്നെ പറയാം. ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും കമ്മീഷനിൽ വരുന്നുണ്ട്. മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ. വേറെന്താ വെച്ചാൽ വിവാഹേതര ബന്ധങ്ങൾ ഇപ്പം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് പരാതികളിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇത്തരം ബന്ധങ്ങൾ നമ്മൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഇത്തരം ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലിവിങ് ടുഗദറായിട്ട് മറ്റുള്ളവരുമായിട്ട് ജീവിക്കുകയും അത്തരം പ്രശ്നങ്ങളും ഇപ്പം കണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് പരാതിയുമായിട്ട് കമ്മീഷനിൽ വരുന്നുണ്ട്. അപ്പം ഇത്തരം വിവാഹേതര ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും കൂടി വരുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് വനിതാ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗവൺമെൻറ്റിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രീ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അത് ഓർഡറായി വന്നിട്ടില്ല. അപ്പോൾ അത്തരം പ്രീ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നമ്മുടെ പ്രാദേശിക സർക്കാർ വഴി ശക്തമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് വനിതാ കമ്മീഷൻ അത്തരത്തിലുള്ള ഒരു നടപടി കൂടി ഇനി അടുത്ത വർഷം തൊട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ശക്തമായിട്ട് കുടുംബ ബന്ധങ്ങൾ ഇത്തരം തകർച്ചയിലേക്ക് പോകുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രാദേശിക സർക്കാർ വഴിയാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന പരാതികളിൽ മിക്കതും പ്രശ്നങ്ങൾ വഴിത്തർക്കവും അതിർത്തി തർക്കവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജാഗ്രതാ സമിതികൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒട്ടനവധി പരാതികളാണ് കമ്മീഷനിൽ വരുന്നത്. അപ്പം ജാഗ്രതാ സമിതികൾ കൂടി ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ജാഗ്രതാ സമിതികൾക്കുള്ള പരിശീലനം കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും കുറേ വർഷങ്ങളായിട്ട് ജാഗ്രതാ സമിതിയുടെ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കുള്ള പരിശീലനം അപ്പം ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി ജാഗ്രതാ സമിതികൾ ഇത്തരം കേസുകളിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൂടുതൽ ശക്തിപ്പെടുത്താനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്.